ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിവിഷൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് 2 ഡിജിറ്റ് നമ്പറിന്റെയും 3 ഡിജിറ്റ് നമ്പറിന്റെയും ഡിവിഷൻ പഠിക്കാനുണ്ട് അല്ലേ? അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 2 ഡിജിറ്റ് നമ്പറിന്റെ നമ്മൾ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയില്ലല്ലോ, 2 ഡിജിറ്റ് നമ്പർ കൊണ്ടുള്ള ഡിവിഷൻ അറിയില്ലല്ലോ. അറിയോ? ഇല്ല. ഓക്കെ, 2 ഡിജിറ്റ് നമ്പർ നമ്മൾ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾവേസ് സ്റ്റാർട്ട് ഫ്രം ദി ലെഫ്റ്റ് സൈഡ് അല്ലേ? ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് തുടങ്ങുന്നത്. ആദ്യം ഇപ്പോ 200 350 250 എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ട് തന്നെ പറയാം. 256 divided by 2 ആണെങ്കിൽ 256 divided by 2 ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ആദ്യം ഇവിടെ വൺസിന്റെ പ്ലേസിലുള്ള ഒരു ഡിജിറ്റ് എടുക്കും. സോറി, ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഡിജിറ്റ്. കാരണം നമ്മൾ ഇവിടെ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് 1ന്റെ പ്ലേസ് ഒരു ഡിജിറ്റ് മാത്രം എടുത്തിട്ട് ആ ഒരു ഡിജിറ്റില് ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് 1. 1 into 2 2. അതിന് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് 0 എന്ന് എഴുതി. ഇനി അടുത്ത ഒരു ഡിജിറ്റ് നമ്മൾ താഴേക്ക് എടുത്ത് എഴുതി. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 5ന് 2 തവണ 2 നമുക്ക് എടുക്കാൻ പറ്റും. 2 into 2 4 റിമൈനിങ് 1. പിന്നെ ബാക്കി വരുന്ന 16 നമ്മൾ താഴോട്ട് എടുത്ത് എഴുതി. 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നത്? 8 അല്ലെ? 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും. 8 into 2 16 റിമൈനിങ് 0. ഇങ്ങനെയാണ് നമ്മൾ 1 ഡിജിറ്റ് നമ്പറിന്റെ ഡിവിഷൻ ചെയ്യുന്നത് അല്ലേ? ഇതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി 2 ഡിജിറ്റ് നമ്പറിന്റെ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ ചെറിയ എക്സാമ്പിൾ എടുക്കാം. 2467 divided by 12. 2467 divided by 12 എങ്ങനെ ചെയ്യും? ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ഡിജിറ്റ് എടുത്താൽ 2 മാത്രമല്ലേ വരൂ അല്ലെ? ലെഫ്റ്റ് സൈഡില് ഒരു ഡിജിറ്റ് എടുത്താൽ 2 മാത്രമേ വരൂ. 2 മാത്രം വന്നാൽ 2നെ നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ? 2നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുത്തെ 4 കൂടി എടുക്കും. അതായത് നമ്മൾ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 2 ഡിജിറ്റ് കൺസിഡർ ചെയ്യണം. 2 ഡിജിറ്റ് കൺസിഡർ ചെയ്യണം. 2 ഡിജിറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ 2 ഡിജിറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ? അതെങ്ങനെ കണ്ടുപിടിക്കാം? 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? 12നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 12നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1 തന്നെ. 12നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 24. അതായത് 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അപ്പൊ ഈ 24ന് തൊട്ട് മേലെ 2 എന്ന് എഴുതാം.
2 into 12, 24. സബ്ട്രാക്ട് ചെയ്താൽ 0 അല്ലേ? 6 എടുത്ത് എഴുതി. 6നെ നമുക്ക് 12. ഇനി അങ്ങോട്ട് ഓരോ ഡിജിറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ആദ്യത്തെ 2 ഡിജിറ്റ് കൊണ്ട് 2 ഡിജിറ്റ് നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. പിന്നെ അങ്ങോട്ട് ഓരോ ഡിജിറ്റ് മാത്രം കൺസിഡർ ചെയ്യാം. 6 എടുത്ത് എഴുതി. 6 എടുത്ത് എഴുതുമ്പോൾ 6നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 6 divided by 12. 6 divided by 12 ചെയ്യാൻ പറ്റുമോ? 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ 6ന് തൊട്ട് മേലെയായിട്ട് ഒരു 0 എഴുതണം. 6ന്റെ തൊട്ട് മേലെയായിട്ട് ഒരു 0 എഴുതണം. എന്തിനാ അത്? നമുക്ക് ഇവിടെയുള്ള 6നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എന്താ എഡ്വിൻ? മിസ് ആ 0 ഇടുന്ന എന്തിനാ? 6നെ നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇവിടെ 0 ഇടുന്നത്. ഇല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. ഓക്കെ, 6നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ നമ്മളെ ആൻസറിന്റെ ഇവിടെ 6ന്റെ മേലെ ഒരു 0 ഇട്ടു. എന്നിട്ട് തൊട്ടടുത്ത ഡിജിറ്റ് അതായത് 7 കൂടി നമ്മൾ തൊട്ട് താഴേക്ക് എടുത്തെഴുതി. ഇപ്പൊ 67 ആയില്ലേ? 67നെ നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 67നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്രയാ? 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 24, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 24, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 36, 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 48, മൾട്ടിപ്ലൈ ചെയ്താൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60. 12 into 5 എന്ന് പറയുന്നത് 60 ആണ്. 2 into 5, 10 into 0, remaining 1, 1 into 5, 5 plus 1, 6. അപ്പോൾ നമുക്ക് 67ൽ നിന്ന് 5 times 12 പുറത്തെടുക്കാൻ പറ്റും അല്ലേ? 5 times പുറത്തെടുക്കാം. അപ്പൊ ഇവിടെ 7ന്റെ മേലെ നമ്മൾ 5 എന്ന് എഴുതി. 5 into 12, 60, remaining 7. ഇതാണ് ഇതിന്റെ ആൻസർ. ഇനി ആൻസർ കറക്റ്റ് ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? Quotient into divisor plus remainder. Quotientനെ 205നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 205നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 7 ആഡ് ചെയ്യാം. 205നെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുക? 205 into 12. 0, 2 into 0, 0 plus 1, 1, 2 into 2, 4, 1 into 5, 5, 1 into 0, 0, 1 into 2, 2, 0, 6, 4, 2, plus remainder 7. Add ചെയ്താൽ 7, 6, 4, 2. Sorry, 2. എത്ര ആൻസർ കിട്ടി? നമുക്ക് തന്നിരിക്കുന്ന ഡിവിഡൻഡ് തന്നെ ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ 2 ഡിജിറ്റ് കൺസിഡർ ചെയ്യാം. പിന്നെ അടുത്ത ഓരോ ഡിജിറ്റും താഴേക്ക് എടുത്തെഴുതി സാധാരണ പോലെ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോ ഇപ്പൊ ഇവിടെ റിമൈനിങ് 0 വന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റായിരുന്നത്? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റായിരുന്നത്. ഇവിടെ 0ന് പകരം ബാക്കിയൊന്നും നോക്കണ്ട. 0ന് പകരം ഇവിടെ 4 ആണ് റിമൈനിങ് വന്നിട്ടുണ്ടെങ്കിൽ 46 ആവുമല്ലോ. 46നെ നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 0 ഇടേണ്ട ആവശ്യമില്ല. 46നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 3 എന്ന് കിട്ടും. 3 into 12, 36 എന്ന് കിട്ടും. ബാക്കി 10 റിമൈനിങ് വരും. ഓക്കെ, ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞു തരട്ടെ. 10
ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ തന്നെ എടുക്കാം. എക്സസൈസ് 3.4 ഫസ്റ്റ് വൺ, പേജ് നമ്പർ 99. പേജ് നമ്പർ 99 എക്സസൈസ് 3.4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. $7,45,488 divided by 56. അപ്പൊ നമുക്ക് 56 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 56 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ 2 ഡിജിറ്റ് കൺസിഡർ ചെയ്യാം. 74. 74ൽ എത്ര തവണ 56 പോകും? എത്ര തവണ 74ന് 56 നമുക്ക് എടുക്കാൻ പറ്റും? ഓൺലി വൺ ടൈം. ഒരു തവണ. 2 തവണ എടുക്കാൻ പറ്റുമോ? 56 എടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരു തവണ മാത്രമേ 56 എടുക്കാൻ പറ്റൂ. അപ്പൊ 1 × 56 56. ഇതിൽ റിമൈൻഡർ വരുന്ന സമയത്ത് റിമൈനിങ് ഒരുപാട് വരും, വലിയ നമ്പർ ആയിരിക്കും വരാം. ഇത് മൈനസ് ചെയ്താൽ എത്ര കിട്ടാം? 74ന് 56 മൈനസ് ചെയ്താൽ 14 minus 6 8. 6 minus 5 1. പിന്നെ ബാക്കി അടുത്ത നമ്പർ, അടുത്ത ഡിജിറ്റ് താഴേക്ക് എഴുതാം. 185. 185ൽ 56 എത്ര തവണ പോകുന്നു നോക്കാൻ വേണ്ടി നമ്മൾ ഏകദേശം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 56 into 3 ചെയ്ത് നോക്കാം. 2 ആയിരിക്കില്ല എന്തായാലും. 3 ചെയ്ത് നോക്കാം. 8. 1 6 into 3 18 ആണ്. അപ്പൊ 8 എഴുതി. റിമൈനിങ് 1. 5 into 3 15 plus 1 16. ഇനി ഇതിനോടൊരു 56 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 185നേക്കാളും കൂടുതൽ വരും. അതുകൊണ്ട് 185ൽ നമുക്ക് 3 ടൈംസ് മാത്രമേ 56 പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ 3 into 56 168. ഇതിനെ മൈനസ് ചെയ്താൽ 15ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ 7. 7ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ 1. ഇനി അടുത്ത നമ്പർ 4 താഴേക്ക് എടുത്ത് എഴുതി. 174. 174ലും ഇതേപോലെ തന്നെ 3 ടൈംസ് മാത്രമേ നമുക്ക് 56 എടുക്കാൻ പറ്റുള്ളൂ. സോ 174നെ 56 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ we get 3. എത്രയാ? 168. മൈനസ് ചെയ്താൽ 40ൽ നിന്ന് 8 പോയാൽ 6. 6ൽ നിന്ന് 6 പോയാൽ 0. അടുത്ത 8 നമ്മൾ താഴേക്ക് എടുത്ത് എഴുതി. 68. 68ൽ എത്ര തവണ 56 എടുക്കാൻ പറ്റും? എന്താ ഇടണേ? മിസ്സേ, ആ 4 അവിടെ എടുത്ത് എഴുതിയില്ലേ? അതിന് മുമ്പ് 17 അല്ലായിരുന്നോ? ആ 17ൽ നിന്ന് 56 പോവില്ലല്ലോ. ഇല്ല. അപ്പൊ അവിടെ 0 വേണ്ടേ? അവിടെ 0 വേണ്ട. കാരണം ഈ 17 എന്ന് പറയുന്നത് ഇതുവഴി നമുക്ക് മൈനസ് ചെയ്ത് കിട്ടുന്ന റിമൈനിങ് അല്ലേ? ആ റിമൈനിങ്ങിനോടുകൂടി നമുക്ക് ഈ നമ്പർ അല്ലേ, അതായത് 7,45,488 നമുക്ക് ഡിവൈഡ് ചെയ്യണ്ടേ? അപ്പൊ അതിലത്തെ 4ഉം കൂടി ഇങ്ങോട്ട് എടുത്തെഴുതണം. 4 കൂടി താഴേക്ക് എടുത്തെഴുതിയതിനു ശേഷം മാത്രം 56 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി. നേരത്തെ 6 താഴോട്ട് എടുത്ത് എഴുതിയപ്പോഴാണ് 6നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് അവിടെ 0 ഇട്ടത്. ഓക്കെ, അപ്പൊ 4 താഴോട്ട് എടുത്ത് എഴുതിയതിനു ശേഷം മാത്രം 56 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി. ഇത് ബാലൻസ് റിമൈനിങ് വരുന്നതല്ലേ ഇവിടെ? 17 എന്ന് പറയുന്നത് സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന റിമൈനിങ് ആണ്. അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. 17 അവിടെ കിടന്നോട്ടെ. അതിന്റെ കൂടെ 4 കൂടി എടുത്ത് താഴോട്ട് എഴുതി. ഓക്കെ, അപ്പൊ 174നെ നമുക്ക് 56 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ എവിടെ ഇതാ 56നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 168 കിട്ടുന്നു നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്.
അതിനോട് 56 കൂട്ടിയാൽ എന്തായാലും വലിയ നമ്പറേ കിട്ടുള്ളൂ, അതിനേക്കാളും വലിയ നമ്പറേ കിട്ടുള്ളൂ. അതുകൊണ്ട് 174നെ 56 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി 3 കിട്ടും. 3 into 56 168. അതിനെ നമ്മൾ ഒന്നുകൂടി സബ്ട്രാക്ട് ചെയ്തു. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 6 റിമൈനിങ് കിട്ടി അല്ലേ? 174 168 മൈനസ് ചെയ്യുമ്പോൾ 6 കിട്ടി. ആ 6 അവിടെ കിടന്നോട്ടെ. 6നെ നമുക്ക് 56 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണ്ട, കാരണം അത് റിമൈനിങ് ആണ്, അത് നോക്കണ്ട. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന ഡിജിറ്റ് 4 കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ് 8 നമ്മൾ താഴോട്ട് എടുത്ത് എഴുതി. അപ്പൊ നമുക്ക് 68 എന്ന് കിട്ടി. 68നെ 56 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 1 കിട്ടുള്ളൂ, കാരണം 68ൽ നിന്ന് ഒരു തവണ മാത്രമേ നമുക്ക് 58 എടുക്കാൻ പറ്റുള്ളൂ, 56 എടുക്കാൻ പറ്റൂ. അപ്പൊ 8ന്റെ നേരെ മേലെ 56 1 എഴുതി. 1 into 56 56. 68ൽ നിന്ന് 56 മൈനസ് ചെയ്താൽ 2 1 12 എന്ന് കിട്ടി. ഓക്കെ, ഇനി 12നെ നമ്മൾ 56 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് റിമൈനിങ് വരുന്നതാണ്. ഇനി ബാക്കി ഒരു ഡിജിറ്റ് കൂടി വരുന്നുണ്ടല്ലോ, 8, ഒരു 8 കൂടി വരുന്നില്ലേ? ആ 8 കൂടി നമ്മൾ താഴോട്ട് എടുത്ത് എഴുതി 128. ഇനി ഈ 128നെ 56 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 56നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നു നോക്കാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 റിമൈനിങ് 1 5 into 2 10 plus 1 11. അതായത് നമുക്ക് 128ന് 2 times 56 നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. 128നെ 56 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 8ന്റെ മേലെ 2 എന്ന് എഴുതി. 2 into 56 തൊട്ടിപ്പുറത്തേക്ക് മിസ് എഴുതുന്നുണ്ട് 128, പിന്നെ 2 into 56 112. ഇനി ഇത് സബ്ട്രാക്ട് ചെയ്താൽ 8 minus 2 6, 2 minus 1 1. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, കാരണം നമ്മുടെ ഡിവിഡൻഡിലുള്ള ഡിജിറ്റ്സ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാ? 16. 7,45,488നെ 56 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് 13,312 എന്നും റിമൈൻഡർ 16 എന്നും കിട്ടുന്നു. ഓക്കെ, ഇനി എന്താ മുഹമ്മദിന്റെ ഡൗട്ട്? എനിക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് മനസ്സിലായിട്ട് 185 185 168 മനസ്സിലായില്ല? ഇല്ല. നമ്മൾ ആദ്യം 74നെ 56 കൊണ്ട് 56 ഡിവൈഡ് ചെയ്തു. 74ൽ എത്ര തവണ 56 എടുക്കാൻ പറ്റും? 74ൽ നിന്ന് ഒരു തവണ. ആ ഒന്ന് നമ്മൾ ഇവിടെ എഴുതി. 1 into 56 56. സാധാരണ നമ്മൾ ഡിവൈഡ് ചെയ്തതുപോലെ കോഷ്യന്റിന്റെ ആ ഡിജിറ്റിനെ ഡിവൈസർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടുന്ന് മൈനസ് ചെയ്യണം. 1 into 56 56. 74ന് 56 മൈനസ് ചെയ്താൽ 18 കിട്ടും. അതവിടെ കിട്ടുന്ന റിമൈൻഡർ. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇനി ഡിജിറ്റ്സ് ബാക്കിയുണ്ട് അല്ലെ? ഡിവിഡൻഡിൽ ഇനിയും ഡിജിറ്റ്സ് ബാക്കിയുണ്ട്. 74 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഡിജിറ്റ് 5. ആ 5 ഈ റിമൈൻഡറിന്റെ കൂടെ ആഡ് ചെയ്തു. അതാണ് 185. 185നെ ഇനി 56 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ സാധാരണ 1 ഡിജിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി നോക്കിയാൽ മതി അല്ലെ? എളുപ്പത്തിൽ കിട്ടും. ബട്ട് 2 ഡിജിറ്റ് നമ്പറും 3 ഡിജിറ്റ് നമ്പറും ഒക്കെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഏകദേശ കണക്ക് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം.
56നെ ഇപ്പൊ 185നെയാണ് നമുക്ക് 56 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ 56നെ ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 112 എന്ന് കിട്ടും. ഇനിയും നമുക്ക് 56 ആഡ് ചെയ്യാൻ പറ്റും. അതായത് 56നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 168 കിട്ടി. 168 എന്ന് പറഞ്ഞാൽ 185ന്റെ തൊട്ടടുത്ത് വരുന്ന നമ്പർ ആയതുകൊണ്ട് ഇനി നമുക്ക് 56 കൊണ്ട് 56 ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 185നെ നമുക്ക് 56 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ആൻസർ കിട്ടും. അതായത് 185ൽ നിന്ന് 3 ടൈംസ് നമുക്ക് 56 പുറത്തെടുക്കാം, മാറ്റി വെക്കാം. അതിൽ കൂടുതൽ പറ്റില്ല. അപ്പൊ 3 into 56 എന്ന് പറയുന്നത് 168. അത് പറഞ്ഞുതരാടാ. ബാക്കിയെല്ലാം മനസ്സിലായി. 174 ഒരിക്കലും മനസ്സിലാവില്ല. പറഞ്ഞുതരാം. ഇത്രയും മനസ്സിലായില്ലേ? അത് മനസ്സിലായി. ഇനി ഈ 185 168 നമ്മൾ മൈനസ് ചെയ്ത് 17 കിട്ടി. അത് മൈനസ് ചെയ്താൽ 17 കിട്ടുക. 17 കിട്ടിയാല് അത് റിമൈൻഡർ ആണ്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, റിമൈൻഡർ ആണ്. ബട്ട് ഇനി നമുക്ക് ഈ 5 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇനിയും ഡിജിറ്റ് ഉണ്ടല്ലോ, ഇല്ലേ? 3 ഡിജിറ്റും കൂടി ഉണ്ട്. അപ്പൊ ഈ 17 കഴിഞ്ഞിട്ട് 5 കഴിഞ്ഞിട്ടുള്ള നമ്പർ 4 താഴോട്ട് എടുത്ത് എഴുതി. അങ്ങനെയാണ് 174 കിട്ടിയത്. ഇപ്പൊ മനസ്സിലായോ? ആദ്യം നമ്മൾ ഈ 5 ഇങ്ങോട്ട് എടുത്ത് എഴുതി. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന റിമൈൻഡറിനോടുകൂടി 4 എടുത്ത് എഴുതി. ഓക്കെ, 174 കിട്ടി. ഇനി ഈ 174നെ 56 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 174നെ 56 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ 168 ആണ് 56ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് അടുത്തുള്ള നമ്പർ. അപ്പൊ നമ്മള് ക്വോഷ്യന്റിൽ 3 എന്ന് എഴുതി. 3 into 56 168. എന്നിട്ട് 174 168 മൈനസ് ചെയ്തു ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് ആൻസർ കിട്ടും. 174 168 മൈനസ് ചെയ്താൽ 6 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 6 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആ 6 റിമൈൻഡർ ആണ്. 6 റിമൈൻഡർ ആണ്. ആ 6നെ നമ്മൾ പിന്നെ മൈൻഡ് ചെയ്യണ്ട. അതായത് 6നെ 56 കൊണ്ട് ഡിവൈഡ് ചെയ്യൊന്നും വേണ്ട. അതിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. 6 റിമൈൻഡർ ആണ്. അപ്പൊ ആ 6ന്റെ കൂടെ ഇനി ഇവിടെ ഡിജിറ്റ് ഉണ്ടല്ലോ, 2 കൂടി 8 ബാക്കിയുണ്ട്. അതിലൊരു 8 അങ്ങ് താഴോട്ട് എടുത്ത് എഴുതി. 6ന്റെ കൂടെ ഒരു 8 എഴുതി. അപ്പൊ എത്രയായി? 68 ആയി. ആ 68നെ 56 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 68ൽ എത്ര തവണ നമുക്ക് 56 പുറത്തെടുക്കാൻ പറ്റും? ഓൺലി 1 ടൈം. ഒരു തവണ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോ 1 into 56 56. സാധാരണ സബ്ട്രാക്ട് ചെയ്യുന്ന പോലെ 68ൽ നിന്ന് 56 സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 12 എന്ന് കിട്ടി. ആ 13 അല്ലേ? 13 8ൽ നിന്ന് 6 മൈനസ് ചെയ്ത് എത്രയാടാ? 2. പിന്നെ എങ്ങനെ 13 ആവുന്നേ? 12 അപ്പൊ 12 കിട്ടി. ആ 12നോട് കൂടി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഒരു 8 കൂടി ബാക്കിയുണ്ട് ഇവിടെ. ആ 8 എടുത്ത് എഴുതിയാൽ 128 എന്നായി. ഇനി 128നെ 56 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 56നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 112 എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് 128 112 മൈനസ് ചെയ്താൽ ലാസ്റ്റ് കിട്ടുന്ന റിമൈൻഡർ ആണ് 16. അതിനോട് കൂടി നമുക്ക് ഇവിടെ താഴെ അടുത്തേക്ക് എഴുതാനൊന്നുമില്ല. സോ the remainder is 16. Quotient is 13,312 and divisor is 56. Dividend is 7,45,488. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായോ? ക്ലിയർ ആയില്ലേ? ഓക്കെ.
അപ്പോ നമ്മുടെ ടൈം തീരാറായി. ഒറ്റ 2 പ്രോബ്ലം പറയുമ്പോഴത്തേക്ക് ടൈം പോയത് കണ്ടോ? എത്ര വേഗം സമയം പോയത് കണ്ടോ? അപ്പൊ ഇന്ന് വേർഡ് പ്രോബ്ലംസ് തുടങ്ങാന്ന് വിചാരിച്ചതാണേ. അത് വേണ്ട. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഒന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോ. എന്നിട്ട് അത് ഹോംവർക്ക് ആയിട്ട് ചെയ്തു. പേജ് നമ്പർ 99. ഒരു 4 എണ്ണം മതിയെന്ന് തോന്നുന്നു, കാരണം ഇത് വലിയ ക്വസ്റ്റ്യൻ അല്ലേ. പേജ് നമ്പർ 99 എക്സസൈസ് 3.4. അതിൽ എ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദി ക്വോഷ്യന്റ് ആൻഡ് റിമൈൻഡർ എന്ന് കണ്ടില്ലേ? അതിൽ ഒന്നാമത്തെ നമ്മൾ ചെയ്തു. ഇപ്പൊ മിസ് പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. പിന്നെ രണ്ടാമത്തെ വേണ്ട, ഏഴാമത്തത് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ബി ക്വസ്റ്റ്യൻ കണ്ടോ? ഡിവൈഡ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ കണ്ടോ? അതിൽ ഒന്നാമത്തത്, രണ്ടാമത്തത്. ഓക്കെ, ഈ 3 ക്വസ്റ്റ്യൻസ് ഇന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? ഇപ്പൊ എല്ലാരും ഭക്ഷണം കഴിച്ചിട്ടല്ലേ ക്ലാസ്സിൽ വന്നിരിക്കുന്നേ? ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ, ഇപ്പൊ ഈ ക്ലാസ്സിന്റെ അതേ മോഡിൽ തന്നെ ഈ 3 ഹോംവർക്കും കൂടി അങ്ങ് ചെയ്തു. എന്നിട്ട് എഴുന്നേറ്റാ മതി. ഓക്കെ, ചെയ്തിട്ട് മുഹമ്മദെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ആദ്യം കിട്ടേണ്ട ആൻസർ നിന്റേതാവണേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേർഡ് പ്രോബ്ലംസ് തുടങ്ങാം. അതുകൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിവിഷൻ കുറച്ചും കൂടി എളുപ്പമല്ല, കുറച്ചും കൂടി മനസ്സിലാവും. അല്ലാതെ വെറുതെ ഈ പ്രോബ്ലം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് വേർഡ് പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബൈ.